റാം നാരായൺ റാം. ഇത് എല്ലാവർക്കും നന്നായി അറിയാം. ഭാരതത്തിന് അത്തരമൊരു ആത്മീയ ശക്തിയുണ്ട്. അതിൻ്റെ വഴി ഉപയോഗിച്ച് ഓരോരുത്തരെയും അതിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്നു. എന്നാൽ അതിന് വേണ്ടത് ആത്മപരിചയമാണ്, ആന്തരാത്മാവിൻ്റെ ശബ്ദം കേൾക്കേണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ മനുഷ്യനും മറ്റൊരാളിനെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ അടിച്ചമർത്തിയാണ് അധികം പെരുമാറുന്നത്. എന്നാൽ നമ്മളൊക്കെ 5 മൂലഘടകങ്ങളിൽ നിന്നാണ് നിർമ്മിതരെന്ന് നമ്മൾ മറക്കുന്നു. നമ്മുടെ എല്ലാവർക്കും ഒരേപോലുള്ള ഹൃദയവും ബുദ്ധിയും ഉണ്ട്. എന്നാൽ നാം മനസ്സിലും ഹൃദയത്തിലും സാന്ദ്രതയോടെ പോസിറ്റീവ് ചിന്തകളെ വളർത്തുന്നുണ്ടോ, നെഗറ്റീവ് ചിന്തകളെ പോഷിപ്പിക്കുന്നുണ്ടോ എന്നത് നമുക്കെന്താണ് നിർണയിക്കുന്നത്? നമ്മൾ മറ്റൊരാളുടെ നന്മ തേടുന്നുണ്ടോ എങ്കിൽ ദുഷ്പ്രവൃത്തികളിലേക്ക് ഇടയാക്കുന്നതാണോ? ഒരു മനുഷ്യന് ലാഭമെന്ന ഒരു താൽപ്പര്യം മേൽക്കോയ്മയാകുമ്പോൾ അവന് മുന്നിലുള്ള ആളിന് എത്ര വേദന ഉണ്ടാകുന്നു എന്ന് അവന് കാണാനാകാറില്ല. ഒരു വ്യക്തി നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം കാട്ടുമ്പോഴും പിന്നെ നിങ്ങളുടെ തന്നെ സ്വാർത്ഥത കൊണ്ട് ആ വിശ്വാസം തകർക്കുകയാണെങ്കിൽ അതേ വ്യക്തിക്ക് എത്ര വേദനയായിരിക്കും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ സ്വാർത്ഥതക്കായി മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ഒരാളുടെ വിശ്വാസം തകർക്കരുത്. നമ്മുടെ ഭൂമി തപസ്സിൻ്റെ ഭൂമിയാണ്. വിശ്വാസം നമ്മുടെ ശക്തിയാണ്. ക്ഷമയും സഹനവും നമ്മുടെ ആചാരശാസ്ത്രമാണ്. സ്നേഹം നമ്മുടെ ആത്മവിശ്വാസമാണ്. ഈ മൂല്യങ്ങളോടെ മുന്നോട്ടു പോവുക. ലക്ഷ്യം നിങ്ങൾക്ക് സമീപത്തായി വരും. വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനോ മറ്റൊരാളെ താഴ്ത്തിയിടാനോ ആവശ്യമില്ല. പ്രകൃതിയിൽ നിന്ന് നമ്മൾ എല്ലാ സമ്പത്തുകളും നേടിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ജീവിതം മഹത്തായതാക്കാൻ അതിനായി കഴിയുന്നു. പ്രകൃതിയിൽ നിന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രകൃതി ഒരിക്കലും നശിക്കുന്നതല്ല. എന്നാൽ അതിൽ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരികയാകുന്നു. ഈ മാറ്റങ്ങൾ ഓരോന്നും നമ്മെ പുതിയതായ കുറേ പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ വഴിയിലാണ് നമുക്ക് നടന്നേണ്ടത്. കാരണം പ്രകൃതി നമ്മെ ബാലൻസ് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വരുമ്പോൾ അതിനെ പ്രകൃതിയെ തന്നെ സൃഷ്ടിക്കപ്പെട്ട നീതി പരിഹരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കണം. നമ്മുടെ സ്വഭാവം പോസിറ്റീവ് ആക്കണം. മനസ്സിൽ സ്നേഹവും പരസ്പര സഹകരണത്തിനുള്ള മനോഭാവവും പുലർത്തണം. പിന്നെ നോക്കൂ, ജീവിതം എത്ര ലളിതമാവും. ഫാക്ടോറിയൽ. നമുക്ക് തന്നെ നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടുകളിലാക്കിയിരിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ ജീവിതത്തെ സങ്കീർണമാക്കിയിരിക്കുന്നു. റാം നാരായൺ റാം. നിങ്ങൾക്കുള്ള ഈ സങ്കടങ്ങളിലെഴുന്നേറ്റ് ജീവിതത്തിന് ശരിയായ ദിശ നൽകുന്നു. ഒരു വ്യക്തി റാം നാരായൺ റാംനൊപ്പം ചേർന്നാൽ അവൻ്റെ ജീവിതം ഒരു പുതിയ കാഴ്ചപ്പാട് കൈക്കൊള്ളുന്നു. ആ പുതിയ കാഴ്ചപ്പാടാണ് അവനിൽ ഒരു പുതിയ ഊർജം നൽകുന്നത്. അതാണ് ജീവിത വിജയം. ഇത് പറയപ്പെടുന്നു കലിയുഗത്തിൽ ഏകമാത്രം റാം നാമമേ ആശ്രയമാണെന്ന്. നിങ്ങളുടെ കഷ്ടതകൾ, രോഗങ്ങൾ, തടസ്സങ്ങൾ എല്ലാം റാം നാമം കൊണ്ട് ഇല്ലാതാകും. ഓരോ രോമത്തിലുമാണ് റാം വാസം ചെയ്യുന്നത്. അതേ റാം നാമം റാം നാരായൺ റാം എന്നതിൽ ഒന്നായി ലയിച്ചിരിക്കുന്നു. ഈ ബീജമന്ത്രം നിങ്ങൾ ജപിക്കുക. പിന്നെ കാണൂ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പോസിറ്റീവ് മാറ്റങ്ങൾ വരുന്നു. റാം നാരായൺ റാം എന്ന നാമത്തിൽ ശാന്തിയും ശക്തിയും ഉണ്ട്. അത് നിങ്ങളെ ഊർജ്ജസ്വലരാക്കും. നിങ്ങളുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ശക്തി നൽകും. അതാണ് സൃഷ്ടിയിലെ ബ്രഹ്മസത്യവുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്നത്.